ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ചോദിച്ച പോലെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളെ വീടിനെ കുറിച്ചിട്ട് എല്ലാവരും ഓരോ സംശയം ചോദിക്കലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടേന് വീട് പണി ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എല്ലാതും പറഞ്ഞു തരണ്ട് എന്നുള്ളത്. നമ്മുടെ ഇപ്പോൾ കൊടുത്ത കരാറ് പണി കഴിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ തറ കെട്ടിയിട്ടിട്ടുണ്ടേനല്ലോ. അപ്പം ആ ഒരു നമ്മൾ തറ കെട്ടി ബെൽറ്റ് വാർത്തിട്ടുണ്ടായിന്. അത് മുതൽ നമ്മൾ കോണിക്കൂട് കെട്ടി മെയിൻ വാർപ്പ് കഴിഞ്ഞ് കോണിക്കൂട് കെട്ടി ഷീറ്റ് ഇട്ട് തരാനായിരുന്നു കരാർ കൊടുത്തത്. അപ്പം അത് മൊത്തം വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച്. അപ്പം എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട് എന്ന് ചോദിക്കലുണ്ട്. 830 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ. ഞാൻ പലർക്കും കമൻറ്റിൽ റിപ്ലൈ കൊടുക്കലുണ്ട്. പക്ഷേ അത് കാണാത്തോല് വീണ്ടും വീണ്ടും വന്ന് ചോദിക്കലുണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ 830 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഉള്ള വീട്. അപ്പം നമുക്ക് ഏതായാലും വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ആദ്യം കാണിച്ചു തരാം. ഹോം ടൂർ ചെയ്യുമോ, വീടിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പം ഞാൻ ആദ്യം മൊത്തം വീട് ഫുള്ളായിട്ടൊന്ന് കാണിച്ച് തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ ഹാൾക്ക് കിടക്കുകയാണ്. അപ്പം ഹാളിൽ നിങ്ങൾ അവിടെ ഇങ്ങനെ കുറച്ച് വെള്ളം കാണുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സൺസൈഡും കൂടെ എന്താ പറയുക, വാർപ്പുമെന്ന് വെള്ളം വരുന്നതാണ് കേട്ടോ. പാരപ്പറ്റി കെട്ടാത്തതുകൊണ്ട് വെള്ളം ഇറങ്ങുന്നതാണ്. അതാണ് ഇവിടെ കുറച്ച് വെള്ളം കാണുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്ക് വൈകിക്കാതെ തന്നെ ഇൻഷാ അല്ലാ പാരപ്പറ്റും കെട്ടണം എന്നുണ്ട്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹാളാണ് കേട്ടോ. ഇതിപ്പോൾ എത്രയാണ് എന്നുള്ളത് കറക്റ്റ് കണക്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഹാളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു റൂം, ഈ റൂമിൽ നിറച്ച് വെള്ളം അയക്കണ്. അപ്പോൾ ഇതും അത് തന്നെയാണ്. ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ നമ്മുടെ വാർപ്പിനൊരു ചെരിവ് ഉണ്ടാകുമല്ലോ, ആ ചെരിവ് വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം അകത്തേക്ക് വരുന്നത്. ഇപ്പോൾ പണ്ടത്തെ മാതിരി സൺസൈഡ് കെട്ടണില്ലല്ലോ. ആ ഒരു ജനലിൻ്റെ മുകളിൽ മാത്രം ഒരു സൺസൈഡല്ലേ കൊടുക്കുന്നത്. അപ്പം ഇനി പാരപ്പറ്റ് കെട്ടുമ്പോഴേ ആ കാര്യത്തിനൊരു സൊല്യൂഷൻ ആകുള്ളൂ. അങ്ങനെയാണ് വിചാരിക്കുന്നത്, പാരപ്പറ്റ് കെട്ടുമ്പോൾ ശരിയാവും എന്നുള്ളത്. അപ്പം ഈ റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെ ഉള്ളൊക്കെ ആകെ ഇരുട്ടാണ്. അപ്പം നമ്മൾ ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയാൽ ഇതാ ഹാളിൻ്റെ ഈ കോണിക്കൂടിൻ്റെ ഇപ്പുറത്തായിട്ടാണ് രണ്ടാമത്തെ റൂം കൊടുത്തിട്ടുള്ളത്. അവിടെ ബക്കറ്റിൽ കുറച്ച് കാണുന്നത് എന്താ വെച്ചാൽ അത് ഇവിടെ അയലുണ്ട് കേട്ടോ. അവിടെ തോരടാൻ വന്നതാണ് ഞാൻ. അപ്പോഴാണ് വീഡിയോ ആദ്യം എടുത്തിട്ട് നമുക്ക് തോരടാന്ന് വിചാരിച്ചത്. അപ്പം അതാണ് രണ്ടാമത്തെ റൂം കേട്ടോ. 2 റൂമാണുള്ളത്. പിന്നെ ഇവിടെ സ്റ്റെയർ കേസ്. അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ അവിടെ ചുവട്ടിലായിട്ട് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഇതാണ് കോമൺ ബാത്റൂം കേട്ടോ. അപ്പം ഈ ഒരൊറ്റ ബാത്റൂം മതിയെന്ന് ഞാൻ പഠിച്ച പണീൻ്റെ കെട്ടിയോനോട് പറഞ്ഞതാണ്. അപ്പോൾ കെട്ടിയോന് റൂമിലൊരു ബാത്റൂം വേണമെന്നുള്ളത് നിർബന്ധം കേട്ടോ. 2 ബാത്റൂം ഉണ്ടായിക്കോട്ടെ, വെറുതെ അതിൻ്റെ അവിടെ ഒരു സ്പേസ് ഇട്ടാൽ മതിയല്ലോ, നമുക്ക് പറ്റണമെന്ന് സാവധാനം അതിൻ്റെ ഉള്ളിലത്തെ പണികളൊക്കെ തീർക്കാം എന്ന് മൂപ്പര് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും ആയിക്കോട്ടെ എന്ന് വെച്ച്. അപ്പം നമ്മുടെ കോണിക്കൂടിൻ്റെ ഇപ്പുറത്തായിട്ടാണ് നമ്മളെ അടുക്കള വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ ചുമരാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് അവിടെയാണ് ഷോക്കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബാത്റൂം ഉണ്ടല്ലോ, അന്ന് കുറ്റിയടിച്ച സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് വാതിൽ കൊടുത്തിട്ട് ഇങ്ങോട്ടൊരു സ്റ്റോർ റൂം വേണമെങ്കിൽ ആക്കാം, ബാത്റൂം ആക്കാം, അങ്ങനെ 2 വിധത്തിലും ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ ചിമ്മിണിക്കൂടൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു കമൻറ്റിൽ. അപ്പം ഇവിടെ ചിമ്മിണിക്കൂട് ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ റാക്കും പിന്നെ സിങ്ക് സ്ലാവും ഒക്കെ വാർത്തിക്കണേ. ഇത് നമ്മുടെ ഉമ്മാൻ്റെ ഡ്രമ്മാണ് കേട്ടോ, മുകളിലേനി. അപ്പോൾ അവിടുത്തെ പണി കഴിഞ്ഞപ്പോൾ ഇവിടെ താഴത്ത് കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കാനുണ്ട്, അതിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചാണ്. ഇതുവരെ ക്ലീൻ ആക്കൽ നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ റാക്കും ഒക്കെ ഇതാ മുകളിൽ ഇങ്ങനെ വലിയൊരു റാക്കും അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു റാക്കും ഒക്കെ കൊടുത്തിക്കണ്. പിന്നെ ഇവിടെ ഒരു ഷോക്കേസ് കൊടുത്തിക്കണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിമ്മിണിയൊന്നും കൊടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു റൂമിൻ്റെ ഉള്ളിൽ ബാത്റൂം ഉണ്ട്. ആ ബാത്റൂം എടുക്കുകയാണെങ്കിൽ എന്നാൽ കുറ്റിയടിച്ച ആൾ പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. ആ ബാത്റൂം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഒരു ചെറിയൊരു വർക്ക് ഏരിയ പോലെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിമ്മിണിക്കൂട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ വർക്ക് ഏരിയയിൽ അടുപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എന്നാൽ ഈ ഒരു അടുക്കളക്ക് കുറച്ചൊരു സ്പേസ് കിട്ടുകയും ചെയ്തോളും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തത്. അപ്പം ഒന്നില്ലെങ്കിൽ സ്റ്റോർ റൂം ആക്കാം, അല്ലെങ്കിൽ ബാത്റൂം ആക്കാം എന്നൊക്കെ ഇനി കേട്ടോ. അപ്പോൾ കുഞ്ഞുട്ടിക്ക് ബാത്റൂം ആക്കണം എന്നതിന് താല്പര്യം. എനിക്കുണ്ടല്ലോ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഒരു ഡോർ കൊടുത്തിട്ട് ഒരു നിസ്കാര റൂമോ അങ്ങനെയൊക്കെ ആക്കണം എന്നതിന് ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. കുഞ്ഞുട്ടിക്ക് ഇവിടെ റൂമിലൊന്ന് വേണം എന്ന് ആയപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ആവാന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കാട്ടിത്തരാനുള്ള നമ്മളെ കുഞ്ഞു വീട് കേട്ടോ. പിന്നെ വീടിൻ്റെ പ്ലാന് വേണ്ടവർക്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് കൊടുക്കട്ടോ. ഇനി ഇതിൻ്റെ സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് വേണമെങ്കിൽ അങ്ങനെയും ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്ക്രീൻഷോട്ട് അടിച്ചെടുക്കുമ്പോൾ അത്രയ്ക്ക് ക്ലിയർ ആയി കിട്ടൂലല്ലോ. അപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടും ഇടണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഹോം ടൂറ്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിനി പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണോ? അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതല്ല കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് കേൾക്കാരം അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പം നമുക്ക് മാഷാ അല്ലാ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്ന കുറച്ച് പൈസയും അതിൽക്കൂടെ കുറച്ച് പൈസയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ വീട് കയറ്റിയത് കേട്ടോ. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ടാണ് ആ പൈസ. ഫ്രണ്ട് ഈ റമദാൻ്റെ സമയത്താണ് അവള് അങ്ങനെ ചോദിച്ച് നമുക്ക് അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് പൈസ സ്വരൂപിച്ചാലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇത്ര ഒരു തുക നമുക്ക് കിട്ടും എന്നുള്ളത്. അപ്പം തുക എത്ര കിട്ടിയത് എന്നുള്ള അറിയണ്ടേ. മാഷാ അല്ലാ 2 ലക്ഷത്തിൻ്റെ അടുത്ത് കിട്ടിയിരുന്നു കേട്ടോ. 2 ലക്ഷത്തിന് ഒരു 5000 രൂപ കമ്മിയായിട്ട്. 2 ലക്ഷം എന്ന് പറയാം. അപ്പം കറക്റ്റ് കണക്ക് പറയണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം മാഷാ അല്ലാ ഒരുപാട് സന്തോഷം. ആ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ആ ഒരു ഫ്രണ്ടും ആ ഒരു പൈസ കളക്ഷന് വേണ്ടിയിട്ട് ആൾ നല്ലോണം അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം. ഓരോരുത്തരുടെ മെസ്സേജും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്തിരുന്ന ആൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു 2 ലക്ഷവും അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് പണ്ടം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം അതൊക്കെ വിറ്റ് അങ്ങനെ ഒരു 1.25 ലക്ഷം അങ്ങനെയും കിട്ടി നമുക്ക്. പിന്നെ ബാക്കി കുറച്ച് കടങ്ങളാണ് കേട്ടോ. പിന്നെ ലോണൊന്നും എടുത്തിട്ടില്ല. കുറച്ച് കുടുംബങ്ങളും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നമ്മൾ കടം വാങ്ങിയതാണ്. അപ്പോൾക്ക് സാവധാനം നമുക്കിങ്ങനെ കുറേശ്ശെ അടച്ചു തീർക്കാനുള്ള കടങ്ങളാണ്. അങ്ങനെ മൊത്തം 5.5 ലക്ഷത്തിനാണ് കേട്ടോ നമ്മുടെ വീട് കോണിക്കൂടൊക്കെ കെട്ടി ശരിയാക്കി തന്നത്. അപ്പം നമ്മൾ ഒരു 3-4 ആൾക്കാരെ കാണിച്ചു കൊടുത്തിരുന്നു കേട്ടോ. കോൺട്രാക്ടർമാരെ കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ആദ്യം കാണിച്ച ആൾ 8 ലക്ഷം പറഞ്ഞു, രണ്ടാമത് കാണിച്ച ആൾ 7.5 ലക്ഷം പറഞ്ഞു, മൂന്നാമത് കാണിച്ച ആൾ 6.5 ലക്ഷം പറഞ്ഞു. അങ്ങനെ 4ാമതാണ് കേട്ടോ ഇവർ വന്നത്. ഇവർ 5.5 ലക്ഷം പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഇതിലും കുറച്ചാരും പറയൂല എന്ന് വിചാരിച്ച് 4ാമത് വന്ന് ഇവർക്കാണ് കേട്ടോ നമ്മൾ കരാർ കൊടുത്തത്. മാഷാ അല്ലാ നല്ല അടിപൊളിയായിട്ട് ഓരോ പണി ഓല് പൂർത്തീകരിച്ചു തന്നു കേട്ടോ. നമ്മൾ വീട് കാണാൻ വരുന്നോലേ ആരും അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ മോശമായി ഇവിടെ ഇങ്ങനെ മോശമായി എല്ലാവരും പറയും അടിപൊളി പണിയാണല്ലോ. അത് പറയണ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. കാരണം എനിക്കും കുഞ്ഞുട്ടിക്കും ഈ എന്താ പറയുക ഈ വീട് പണീനെ കുറിച്ചൊന്നും വലിയൊരു അറിവും ധാരണയൊന്നും ഇല്ലാത്ത വ്യക്തികളാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും അതിനെപ്പറ്റി വലിയൊരു ധാരണയൊന്നുമില്ല. പിന്നെ അറിയാം കുഞ്ഞുട്ടിൻ്റെ ജ്യേഷ്ഠന്മാർക്കും പിന്നെ എൻ്റെ അമ്മ കുറേ പണിക്കൊക്കെ പോയിക്കണ്. അങ്ങനെ അമ്മക്കൊക്കെ അറിയാം. അപ്പോൾ ഓല് എപ്പോഴെങ്കിലൊക്കെ അല്ലേ വന്ന് നോക്കാൻ പറ്റുള്ളൂ. നമ്മളല്ലേ എപ്പോഴും ഉണ്ടാകുക. ഓല് ഇതേപോലെ ഇന്നോട് തിന്നത് വേണോ അല്ലെങ്കിൽ സ്ലാവ് എവിടെ വേണം റാക്ക് എവിടെ വേണം അങ്ങനത്തെ ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഓല് പറയും ഇന്ന സ്ഥലത്ത് ഇന്നത് വരുമ്പോൾ ഇന്നതാണ് അതിൻ്റെ ഗുണം ഇന്നതാണ് അതിൻ്റെ ദോഷം അങ്ങനെയുള്ളതൊക്കെ ഓല് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് ഓല് എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കിയൊക്കെ തന്ന് ആണ് നമ്മളെ വീട് പണി പൂർത്തിയാക്കിയത്. അപ്പം എല്ലാവരും വരുമ്പോൾ അടിപൊളിയാണല്ലോ നല്ല ഉഷാറാണല്ലോ വീട് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം ഈ ചുറ്റുവട്ടത്തിൽ ആർക്കെങ്കിലൊക്കെ ഈ ഒരു എടക്കര മരുത വൈക്കടവ് ആ ഒരു ഏരിയയിലൊക്കെ ഉള്ള ആർക്കെങ്കിലൊക്കെ ഇവർക്ക് വീട് പണി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പം ഈ 5.5 ലക്ഷത്തിന് തന്നെ പറഞ്ഞപ്പോഴേ ചിലരൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ചിലപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത കല്ലൊക്കെ വെച്ചിട്ട് ഈ കാര്യം പണി ഇതാക്കുക അത്ര റേറ്റ് കുറച്ച് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഈ കാര്യം ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ നമുക്കൊക്കെ ഒരു മനസ്സിലൊരു ആശങ്ക ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആവുമോ എന്നുള്ളത്. പക്ഷെ നല്ല അടിപൊളി കല്ലൊക്കെ വെച്ച് മലപ്പുറം കല്ലൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളെ വീട് പണി തീർത്തിട്ടുള്ളത്. അപ്പം ഈ പരിസരത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഓൾക്ക് വീട് പണി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ വീടിൻ്റെ അതൊന്നും അധികം വീഡിയോയിൽ കാണിക്കാത്തപ്പോൾ എന്താ വീട് പണി കാണിക്കാത്തതെന്ന് ചോദിക്കും. അപ്പം വീട് പണി ഇപ്പോൾ ഒന്നും നടക്കാത്തത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. ഇനി പാരപ്പറ്റ് കെട്ടണം അതിന് പറഞ്ഞിരിക്കണ്. പക്ഷേ അതിനിപ്പോൾ കല്ലിറങ്ങണില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പം ഇനി അത് കുറച്ചൊന്ന് കഴിയും
കെട്ടാൻ. അപ്പോൾ പണി നടക്കാത്തുമ്പോൾ ഞാനത് ഇങ്ങനെ വെറുതെ കാണിച്ചതിനെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചു തരാത്തത് കേട്ടോ. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഓരോ കമൻസ് ആണ് കേട്ടോ. ഭർത്താവില്ല, എനിക്ക് ഭർത്താവില്ല, മക്കളില്ല, ഓരോരുത്തർ വിഷമം പറയുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്രയെങ്കിലും ചെറിയ വീടില്ലേ, ഞങ്ങൾക്ക് ഇത്ര ഇല്ലാത്ത വീടാണ്, വാടക വീടാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ വയ്ക്കുമല്ലോ, എനിക്ക് ചെറിയ രീതിയിൽ സമ്പാദിക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ അവനവൻ്റെ വിഷമം ഇങ്ങനെ കമൻസിൽ പറയുന്നതാണ്. അപ്പം അങ്ങനത്തെവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, വിഷമിക്കണ്ട കേട്ടോ, എല്ലാം പഠിച്ചോ കാണുന്നുണ്ട്. ഇന്ന് എൻ്റെ ദിവസമാണെങ്കിൽ നാളെ നിങ്ങളെ ഓരോരുത്തരും ദിവസീകാരം. നമ്മൾ ആ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നമ്മുടെ വിഷമങ്ങളും ഒക്കെ പഠിച്ചവൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക. പഠിച്ചവൻ തന്നതിൽ, നമുക്ക് തന്ന കഴിവുകളിൽ, തന്ന അനുഗ്രഹത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയുക. എന്നിട്ട് നമുക്ക് പഠിച്ചവനോട് നമ്മുടെ ആവശ്യം ചോദിക്കുക. അപ്പോൾ പഠിച്ചവൻ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ, ഇനിയിപ്പോൾ ഒരു മാസമോ ഒരു കൊല്ലമോ കഴിഞ്ഞിട്ടാണെങ്കിലും പഠിച്ചവന് നമ്മളാഗ്രഹം സാധിപ്പിച്ചു തരും. അപ്പം അതുകൊണ്ട് ആരും വിഷമിക്കണ്ട. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ പ്രാർത്ഥനയിൽ ഇനി ഉൾപ്പെടുത്തുക. നമ്മൾ തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കേട്ടോ ഈ ഒരു രീതിയിൽ വീട് കയറുന്നത്. നമ്മൾ പഠിച്ചവനോട് പറയും, പഠിച്ചവനെ ഒരു വീട് വേണം. എനിക്കെപ്പോഴും ഉള്ളൊരു പ്രാർത്ഥന എന്താ, പഠിച്ചവനെ എനിക്കൊരു വീട്, ആ ഒരു കാര്യം മാത്രമേ ഞാൻ പഠിച്ചവനോട് ചോദിക്കലുള്ളൂ. പിന്നെ നമ്മൾ കമൻറ്റ് ബോക്സിലായിട്ടും മുന്നോട് പേഴ്സണലായിട്ടും മെസ്സേജ് അയച്ച് പറയുന്നൊരു കാര്യമാണ്, ഇജി ഇല്ല എന്നുള്ളത് പറയുന്നത്, ഇല്ലാത്തതിൽ പരിഭവം പറയുന്നത് കേട്ടിട്ടേ ഇല്ല, ഉള്ളതിൽ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ചിരിച്ച് വീഡിയോ ചെയ്യണതാണ് കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയലുണ്ട്. അപ്പം ഞാൻ ഇല്ല എന്നുള്ളത്, എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഞാൻ നിരത്തുന്നത് പഠിച്ചവൻ്റെ മുന്നിലാണ്. അപ്പം ആദ്യം നമ്മൾ ഉള്ളതിൽ, പഠിച്ചവൻ തന്നതിൽ അൽഹംദുലില്ലാ, എത്ര തന്നതിന് നന്ദി ചോദിച്ചിട്ട് വേണം നമ്മൾ പഠിച്ചവനോട് നമ്മളെ ആവശ്യങ്ങൾ പറയാൻ. പഠിച്ചവൻ എന്തായാലും കേൾക്കാതിരിക്കില്ല. പഠിച്ചവന് എന്തായാലും നമ്മൾ ഉരുകി ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി കിട്ടാതെക്കൂല. പിന്നെ ചോദിക്കണ ചോദ്യമാണ് വീടിൻ്റെ ബാക്കി പണിയൊക്കെ എപ്പോഴാണ് തുടങ്ങണത് എന്നൊക്കെ ഉള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് സാവധാനം കുറേശ്ശെയായിട്ട് വീടിൻ്റെ പണി പൂർത്തിയാക്കി എടുക്കണം. ഇപ്പം ഇതിൽ തന്നെ കുറച്ച് കടം ഉണ്ട്, അപ്പം അതും വീട്ടണം. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇട്ടുകൊണ്ട് വിൽക്കാതെ സാവധാനം കുറച്ചേച്ച് എടുത്തിട്ട് പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. തറമ്പെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ പൊന്തിക്കാൻ നമുക്കൊരു തുടങ്ങാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകുമല്ലോ. ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു രീതിയിൽ പഠിച്ചവൻ്റെ അനുഗ്രഹം പിന്നെ ഞങ്ങളെല്ലാവരുടെ സഹായവും സഹകരണമൊക്കെ കൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വീടായത്. ഇനി സാവധാനം കുറേശ്ശെ ചെയ്ത് തീർക്കണം. ഇനി പൈസേൻ്റെ കണക്കറിയുമ്പോൾ ചിലർ ഇനി കമൻറ്റ് എഴുതാൻ നിൽക്കുന്നുണ്ടാവും, ഇനിയിപ്പോൾ ഇതിൽ തന്നെ കുറച്ച് കടമുണ്ട്, ഇനിയിപ്പോൾ അതും ഞങ്ങൾ തരാൻ വേണ്ടിയിട്ട് ഈ കാരണം പൈസ കണക്ക് ഇവിടെ കൊണ്ടുവന്ന് നിരത്തണമെന്ന് വിചാരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ആരും കമൻറ്റ് ചെയ്തണ്ട കേട്ടോ. അപ്പം ഞാനിതൊക്കെ പറയണത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതേപോലെ 800 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു തറ കെട്ടിട്ടിരിക്കുന്നത്. അപ്പം എത്ര ആകും എന്നുള്ളൊരു കണക്കൊരു പറഞ്ഞ് തരുമുണ്ട്. എന്നാൽ പിന്നെ ആ ഒരു രീതിയിൽ എന്താ പറയുക, കണക്കൊക്കെ ഒന്ന് പറയുമ്പോഴേ ഇതേപോലൊക്കെ ഈ ഒരു ഇത്ര അളവിലൊക്കെ വീട് കയറ്റുന്നവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതിൻ്റെ ഇത്ര ആണ് പൈസ ആയത് എന്നൊക്കെ ഉള്ള കാര്യം പറയുന്നത് കേട്ടോ. പിന്നെ ഇതേപോലെ നമ്മളെ സഹായം കൊണ്ട് എത്ര പൈസ കിട്ടിയെന്ന് അറിയാൻ ആഗ്രഹം ഉള്ളവരും ഉണ്ട്. അപ്പം അതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ അങ്ങനെ കണക്ക് പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി ഇല്ലീനും നിങ്ങൾ തന്നെ തരണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കുറച്ച് റബ്ബേ, അങ്ങനെ ഒന്നും ആരും ചിന്തിക്കണ്ട. ഇൻഷാ അല്ലാഹ് കടങ്ങളാണെങ്കിലും നമുക്ക് സാവധാനം കയറ്റണം. പിന്നെ നമ്മൾ ലോണൊക്കെ എടുക്കാൻ നിൽക്കണ ആ ഒരു സമയത്താണ് ഈ ഒരു രീതിയിൽ മാഷാ അല്ലാഹ് എങ്ങനെയെങ്കിലും നമ്മളെ വീടൊന്ന് കയറി കിട്ടിയത്. നമ്മൾ ലോൺ എടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്നേനി കേട്ടോ. ഞാൻ ഞങ്ങളൊരു പ്രാവശ്യം ബാങ്കിലൊക്കെ പോയി നോക്കിയതാണ്. അതിൻ്റെ ഒരു ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ, കുറേ പേപ്പേഴ്സുകളൊക്കെ ശരിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞാണ് അങ്ങനെ പോകുന്നത് ഇനിയിട്ടന്ന്. ആ ഒരു സമയത്താണ് ജനുമോനെ പ്രഗ്നൻ്റ് ആവുന്നതും. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഓനൊരു വയസ്സാവട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് ലോണിൻ്റെ കാര്യങ്ങൾ ശരിയാക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു രീതിയിൽ മാഷാ അല്ലാഹ്. അതുകൊണ്ട് ലോണൊന്നും എടുത്തിട്ടില്ല, കുറച്ചൊക്കെ കടങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ അവനവൻ്റെ കുടുംബങ്ങളെയൊക്കെ തന്നെ ആയതുകൊണ്ട് അവർക്ക് സാവധാനം ലോണൊന്നും വേണ്ടല്ലോ, പലിശയൊന്നും വേണ്ടല്ലോ, അങ്ങനെ അടച്ച് വീട്ടിയാൽ മതിയല്ലോ. അപ്പം എന്നെ വിശ്വസിച്ച് ആ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ മാഷാ അല്ലാഹ്, അപ്പം നിങ്ങളൊക്കെ ഒരു സപ്പോർട്ടും കൊണ്ടുമാണ് ഈ ഒരു വീട് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ കയറിയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചതൊന്നും മറുപടി പറയാനില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുവിധം
ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി ഞാൻ പറഞ്ഞു, വീടൊക്കെ കാണിച്ചു തന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കോണ്ടി. അപ്പോൾ ഞാൻ ഇനിയുള്ള വീഡിയോസിലൊക്കെ അങ്ങനെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീടിൻ്റെ അപ്ഡേറ്റ്സ്. അപ്പോൾ ഈ 830 സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത്. അപ്പം 2 ലക്ഷത്തിൻ്റെ അടുത്ത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസയാണ്. യൂട്യൂബിൽ നിന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിച്ചത് നമ്മളെ കാണുന്ന സബ്സ്ക്രൈബേഴ്സ്, നമ്മളെ വീഡിയോ കാണുന്നവര് ഓൽക്ക് എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു വീട്ടിൽ കയറി ഇരിക്കണം എന്ന് ഓൽക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ട് ഓല് നമ്മളെ സഹായിച്ചതാണ്. അങ്ങനെ പിന്നെ ബാക്കി കുറച്ച് നമ്മളെ പണ്ടം വിറ്റ് പൈസയും പിന്നെ കുറച്ച് കടങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളെ വീട് പണി ഇത്ര പൂർത്തിയായത്. ഇനിയിപ്പോൾ ഒരു സമാധാനം എന്താ വെച്ചാൽ മഴയൊക്കെ വരുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ തന്നെ ഒന്ന് മണ്ടി വന്നിരിക്കാലോ, ഒരു മൂലക്കിലെങ്കിലും ഒരു പായ വിരിച്ച് കിടക്കാലോ, ഒരു സമാധാനമാണ്. ബാക്കി പണികളൊക്കെ നമുക്ക് സാവധാനം ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർക്കണം. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണോ വീട്ടിൽ കയറുന്നത്, അതോ തേച്ചിട്ട് കയറിയിരിക്കണ്ടോ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കലുണ്ട്. അതോ ഇപ്പോൾ വാതിൽ വെച്ച് കയറിയിരിക്കണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പം തേപ്പെങ്കിലും കഴിഞ്ഞിട്ട് കയറിയിരിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ നമ്മൾ ആ വീട്ടിൽ കയറിയിട്ട് പിന്നീട് നമുക്ക് തേക്കണം എന്ന് തോന്നുമ്പോൾ എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിടേണ്ട പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തേപ്പെങ്കിലും കഴിയട്ടെ എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാം പഠിച്ചവൻ്റെ അടുത്താണ്, ഏത് രീതിയിലാണെന്നൊന്നും അറിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളെ വീട് ഇത്ര മനോഹരമായിട്ട് ചെയ്ത് തീർത്ത് വീടിൻ്റെ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ആക്കി തന്ന MA കൺസ്ട്രക്ഷൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പം നല്ല പണിയാണ്, നല്ല ഉഷാറായിട്ട് ഒരു പണിയൊക്കെ ചെയ്തു തന്നു. പിന്നെ നമ്മൾ മുന്നിലുണ്ടല്ലോ സിറ്റ് ഔട്ടിൻ്റെ അവിടെ 2 സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പ് ഇതിൽ പെട്ടതൊന്നും കേട്ടോ. പക്ഷേ നമ്മളോലോട് പറഞ്ഞുങ്ങാണ്ട് അതും കൂടി ഞങ്ങൾക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ ഓല് അതും കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ഉഷാറായിട്ട് ആ 2 സ്റ്റെപ്പൊക്കെ കിട്ടി വൃത്തിക്ക് ചെയ്ത് തന്നു കേട്ടോല്. എടുക്കുന്ന പണി നല്ല വൃത്തിക്ക് എടുക്കും. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമായുള്ളൊരു കാര്യം കേട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ട് അലമ്പാക്കിയിടുന്ന പരിപാടിയില്ല. കുറച്ച് അത്യാവശ്യത്തിന് സാധനങ്ങൾ കൊണ്ടുവരിക, നല്ല രീതിയിൽ പണിയെടുക്കുക. അത് കണ്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. അത് നമ്മളെക്കാൾ കൂടുതൽ വേറെല്ലോല് വന്ന് കാണുമ്പോഴേ പണി അടിപൊളിയാണല്ലോ, നല്ല ഉഷാറാണല്ലോ, ഇവിടുത്തെ പണിക്കാരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. അതുപോലെ നമ്പർ ഞാൻ കൊടുക്കാം. ഈ ഒരു ഏരിയയിൽ നമ്മളെ എന്താ പറയുക, മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിൽ ഈ ഒരു വൈക്കടവ് ഈ ഒരു ഏരിയയിലൊക്കെ എടക്കര അങ്ങനെയുള്ള ഈ ഒരു ഏരിയയിലൊക്കെ ആണെങ്കിൽ അവർ വന്നെടുത്ത് തരും. നല്ല അത്യാവശ്യം നല്ല ഉഷാറ് പണിയാണ് കേട്ടോ. അതുപോലെ നമ്പർ ഞാനിതാ സ്ക്രീനിലൂടെ നീളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ പിന്നെ ഞങ്ങളെല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയ നമ്മുടെ ഫ്രണ്ടിനും ഒരുപാട് നന്ദി മാത്രമല്ല, എല്ലാവരെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കലുണ്ട്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും, ബൈ ബൈ.